ഹലോ അസ്സാം വലൈക്കും. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ക്യൂട്ട് കപ്പിളിന് വേണ്ടിയിട്ട് ഒരു ആനിവേഴ്സറിക്ക് വേണ്ടി കുറച്ച് വെറൈറ്റി ആയിട്ടാണ് എല്ലാ കേക്ക്സും ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് കാണാം കേട്ടോ. നമ്മളിവിടെ 2 സ്ട്രോബെറി കേക്കും ഒരു വാൻജോയും ആണ് ചെയ്തിട്ടുള്ളത്. വാൻജോ കേക്ക് നമ്മൾ സ്ക്വയർ ടിന്നിലാണ് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് സ്ട്രോബെറി കേക്ക് ചെയ്യാനുള്ളതാണ് കേട്ടോ. ഇതിൽ നമുക്ക് ½ kg വെച്ചിട്ട് 2 സ്ട്രോബെറി കേക്കാണ് ചെയ്യാനുള്ളത്. രണ്ടും സിമിലർ ആയിട്ട് തോന്നാണ്ടിരിക്കാൻ ഒരെണ്ണം ½ kgയിലും ഒരെണ്ണം കുറച്ചും കൂടി വലുപ്പത്തിൽ ചെയ്യണമെന്നുണ്ടായിരുന്നു. നമ്മൾ 1½ kg ബാറ്റർ നമ്മൾ 5 ഇഞ്ച് ടിന്നിൽ 3 പോർഷൻസ് ആയിട്ടാണ് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ 3 കേക്കും തലേന്ന് ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേന്ന് കണ്ടോ നമ്മൾ ഫ്രോസ്റ്റ് ചെയ്തെടുക്കുന്നത്. അവിടെ എൻ്റെ ബ്രദർ വിളിച്ചിട്ട് പറഞ്ഞത് അവൻ്റെ ഫ്രണ്ടിന് ആനിവേഴ്സറി വരുന്നുണ്ട്, അപ്പോൾ അവനിക്ക് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കേക്ക് കൊടുക്കണം, അവൻ്റെ വൈഫിനെ ഒന്ന് സർപ്രൈസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. കപ്പിൾസ് കേക്കും സർപ്രൈസൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം വരുന്നത് ഒരു റെഡ് ഹാർട്ടാണല്ലോ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഗാലറിയിൽ കിടക്കുന്ന കുറച്ച് ഞാൻ ഫേവറേറ്റ് ആയിട്ട് ഇട്ടിരിക്കുന്ന കുറച്ച് ഫോട്ടോസ് ഞാൻ സെൻഡ് ചെയ്ത് കൊടുത്തു. അയച്ചു കൊടുത്ത കേക്ക്സ് എല്ലാം തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് ആകെ കൺഫ്യൂഷനായി. 2 കേക്കും ഒറ്റ ബോർഡിൽ വെക്കുന്നത് സിമിലർ ആയിട്ട് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളൊരു കേക്ക് ഇത് മെസ്സേജ് സീക്രട്ട് റിവീലിംഗ് കേക്കായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ആ കേക്കാണ് കേട്ടോ ഈ കേക്ക്. ഇതിൽ നമ്മൾ അവർ തന്ന മെസ്സേജ് തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഞാനിപ്പോൾ ഇതിലൊരു സ്ക്വയറോ റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് ഞാൻ കട്ട് ചെയ്ത് ആ മെസ്സേജ് ഇതിൽ വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് നോർമൽ കേക്കിൻ്റെ സൈസിൽ തന്നെ വട്ടത്തിൽ പേപ്പർ കട്ട് ചെയ്തിട്ട് സെൻറ്ററിൽ എഴുതി കൊടുക്കാവുന്നതാണ്. അതായിരിക്കും ബിഗിനേഴ്സിന് കുറച്ചും കൂടി എളുപ്പം. പിന്നെ ഇതുപോലത്തെ ഒരു ഫൗണ്ടൻ റൗണ്ടിൽ കേക്കിൻ്റെ സൈസിൽ കട്ട് ചെയ്തിട്ട് സെൻറ്ററിൽ നമ്മൾ ആ മെസ്സേജ് കാണുന്ന രീതിക്ക് സെൻറ്ററിൽ സ്ക്വയർ ഏതാണോ ഷേപ്പ് അത് കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ. എന്നിട്ട് കറക്റ്റായിട്ട് കേക്കിൻ്റെ മുകളിൽ പ്ലേസ് ചെയ്ത് കൊടുക്കുക. ഇതിൽ കാണുന്ന പോലത്തെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലത്തെ കപ്പിൾസിൻ്റെ പ്രിൻ്റ് ഔട്ട് കിട്ടും. അത് 2ആയിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഒന്ന് നമ്മുടെ ഫോണ്ടൻറ്റിൻ്റെ മേളിലും വെക്കുക, ഒന്ന് ആ റിബൺ നമ്മൾ എന്ത് റിബണാണ് എടുക്കുന്നത് അതിലും കൊടുക്കുക. ഞാനിപ്പോൾ ഇതിൽ ഗേളിനെയാണ് റിബണിൽ നിർത്തിയിട്ടുള്ളത്. അതുപോലെ റിബണിൽ എന്താ പറയുക പശ കൊണ്ടോ അല്ലെങ്കിൽ സ്റ്റാപ്ലർ കൊണ്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ എന്നിട്ട് ആ റിബൺ നമ്മൾ റൈറ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യുമ്പോൾ നമ്മൾ കൊടുത്ത മെസ്സേജ് നമുക്ക് കാണാൻ പറ്റും. അതാണ് നമ്മുടെ സീക്രട്ട് മെസ്സേജ് റിവീലിംഗ് കേക്ക് എന്ന് പറയുന്നത്. അവർക്ക് കാണുമ്പോൾ ഒന്ന് സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മേളിൽ കൊടുത്തിരിക്കുന്ന അതേ ഹേർട്സ് തന്നെ നമ്മൾ അടിയിലും കൂടി കേക്കിൽ ഫുള്ള് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഔട്ട്ലുക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തിട്ടാണ് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ കാണിച്ചിരുന്നുണ്ട്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ബോർഡിൽ വരുന്ന ഫസ്റ്റ് കേക്ക്. ½ kgയിൽ തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത്. ഇതാണ് 2ാമത്തെ കേക്ക് കേട്ടോ. ഇത് ½ kgയിലും പൊടിക്കും കൂടി കൂടുതലുണ്ട്. ഇതൊരു ആനിവേഴ്സറി കേക്ക് ആയതുകൊണ്ട് തന്നെ ആനിവേഴ്സറിയുടെ ടോപ്പർ വെച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗോൾഡൻ കളേഴ്സും പിന്നെ മറ്റേ കേക്കിൽ ഒരുപാട് ഹാർട്ട്സ് കൊണ്ടുവന്നുകൊണ്ട് തന്നെ ഇറ്റ്സ് സിമ്പിളാക്കിയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള നമ്മൾക്ക് ഇങ്ങനത്തെ ടോപ്പേഴ്സ് കിട്ടും, ക്യൂട്ടായിട്ടുള്ള കപ്പിൾസ് ടോപ്പേഴ്സ്. അപ്പോൾ അതും ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല രസമില്ലേ കാണാൻ. അപ്പോൾ ആദ്യം ഞാൻ ഈ ടോപ്പേഴ്സ് ക്രീമിൽ വെക്കുമ്പം സ്റ്റിഫായിട്ടുള്ള ക്രീമായിരിക്കും എന്ന് വിചാരിച്ചാണ് വെച്ചത്. പക്ഷേ സ്റ്റിഫാണെങ്കിലും അല്ലെങ്കിലും അതിരിക്കാൻ ചാൻസ് കുറവാണെന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു. അപ്പോൾ വെച്ചപ്പോൾ കണ്ടില്ലേ ഉള്ളിലോട്ട് കുഴിഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കിത് ഫോണ്ടനിൽ സ്റ്റാക്ക് ചെയ്തിട്ട് നമുക്കത് അവിടെ പ്ലേസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് സേഫായിട്ട് അവിടെ നിന്നോളൂ. കൂടെയൊക്കെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഷുഗർ ബോൾസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് കേക്കും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കസ്റ്റമർ കുറച്ച് തോട്ട്സ് തന്നിട്ടുണ്ടായിരുന്നു, എവിടെയെങ്കിലും ഒന്ന് ഉൾപ്പെടുത്താൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട്. നമ്മുടെ ബോർഡിലേക്ക് ഒരുപാട് സ്ഥലമുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു അയച്ചെന്നോളൂ, നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. പിന്നെ അവരുടെ സ്പെഷ്യൽ ഡേറ്റ് ആനിവേഴ്സറി ഡേറ്റ് നമ്മൾ കലണ്ടറിൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഡേ കുറച്ചുകൂടി സ്പെഷ്യലായിട്ട് തോന്നാൻ ഞാൻ കുറച്ച് ഫ്രഷ് റോസസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ബോർഡിൽ അത്യാവശ്യം സ്ഥലമുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഈ രീതിയിലൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫൈനലി ഇവരുടെ 2 പേരുടെയും കസ്റ്റമൈസ്ഡ് നെയിം ടോപ്പേഴ്സും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. മാക്സിമം നമ്മളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആൾക്ക് ഇഷ്ടപ്പെടും നമ്മൾ വിചാരിക്കണു. ഇതാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞ മെസ്സേജ് റിവീലിംഗ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കണു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒക്കെ മറക്കണ്ട കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ടും വരെ അസ്സലാമു അലൈക്കും.